രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യരൂപേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം നക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. അധ്യാത്മരാമായണം സുന്ദരകാന്ഡം സർഗം 5 മാരുതിയുടെ പ്രത്യാഗമനം. ശ്രീമഹാദേവ ഉവാച തതസീതാം നമസ്കൃത്യ ഹനുമാനബ്രവീദ്വജ ആജ്ഞാപയതു മാം ദേവി ഭവതീ രാമസന്നിധിം ഗച്ഛാമി രാമസ്ത്വാം ദ്രഷ്ടുമാഗമിഷ്യതി സാനുജ ഇത്യുക്ത്വാ ത്രിപരിക്രമ്യ ജാനകീം മാരുതാത്മജ പ്രണമ്യ പ്രസ്ഥിതോ ഗന്തുമിദം വചനമബ്രവീത് ദേവി ഗച്ഛാമി ഭദ്രം തേ തൂർണം ദ്രക്ഷ്യസി രാഘവം ലക്ഷ്മണം ച സുഗ്രീവം വാനരായുധകോടിഭി തതപ്രാപ ഹനുമന്തം ജാനകി ദുഃഖകർഷിതാഃ. മഹാദേവൻ പറഞ്ഞു. അനന്തരം മൈഥിലിയെ വണങ്ങി ഹനുമാൻ പറഞ്ഞു, ദേവി ഭവതി എനിക്ക് അനുമതിയേകണം. ഞാൻ രാമസന്നിധിയിലേക്ക് പോകട്ടെ. അനുജനുമൊത്ത് ശ്രീരാമൻ ഭവതിയെ ദർശിക്കാൻ വന്നു ചേരും. ഇങ്ങനെ പറഞ്ഞ് ജാനകിയെ 3 പ്രാവശ്യം വലം വെച്ച് വണങ്ങിപ്പോകാൻ പുറപ്പെട്ട മാരുതി വീണ്ടും പറഞ്ഞു, അല്ലയോ ദേവി, ഞാൻ പോകുകയാണ്. അവിടത്തേക്ക് ശുഭം ഭവിക്കട്ടെ. വേഗം ഭവതിക്ക് രാമനെ ദർശിക്കുമാറാകും. ലക്ഷ്മണനെയും വാനര കോടികളോടൊത്ത സുഗ്രീവനെയും കാണാം. അനന്തരം ശോകത്താൽ കൃഷിയായ വൈദേഹി ഹനുമാനോട് പറഞ്ഞു, ത്വാം ദൃഷ്ട്വാ വിസ്മൃതം ദുഃഖം ഇദാനീം ത്വം ഗമിഷ്യസി ഇതപ്പരം കഥം വർത്തേ രാമവർത്താശ്രുതിം വിനാ. നിന്നെ കണ്ട് ഞാൻ എൻ്റെ സങ്കടം മറന്നു. ഇപ്പോൾ നീയും പോവുകയാണ്. രാമവാർത്ത ശ്രവിക്കാതെ ഇനിമേൽ ഞാൻ എങ്ങനെ കഴിയും? മാരുതി ഉവാച യദ്യേവം ദേവി മേ സ്കന്ധം ആരോഹക്ഷണമാത്രത രാമേണ യോജയിഷ്യാമി മന്യസേതി ജാനകി. അങ്ങനെയാണെങ്കിൽ ദേവി എൻ്റെ തോളിലേറിയാലും ജനകപുത്രി അങ്ങയ്ക്ക് വിസമ്മതമില്ലെങ്കിൽ ക്ഷണമാത്രം കൊണ്ട് രാമന്റെ സമീപത്ത് എത്തിക്കാം. സീത ഉവാച രാമസാഗരമാശോഷിബദ്ധ്വാവാശരപഞ്ചരൈ ആഗത്യ വാനരൈ സാർദ്ധം ഹത്വാ രാവണമാഹവേ മാം നയേദ്യതി രാമസ്യ കീർത്തിർഭവതി ശാശ്വതി അധോ ഗച്ഛക്കഥം ചാപി പ്രാണാൻ സന്ധാരയാമ്യഹം. ഇതി പ്രസ്താവിതോ വീരസീതയാ പ്രണിപത്യതാം ജഗാമ പർവ്വതസ്യാഗ്രേ ഗന്തും പാരം മഹോദധേ. സീത പറഞ്ഞു, സമുദ്രത്തെ ശോഷണം ചെയ്തോ, അസ്ത്രങ്ങളാൽ സമുദ്രത്തെ ബന്ധിച്ചോ, വാനരന്മാരോടൊത്തുവന്ന് രാവണനെ പോരിൽ വധിച്ച് രാമൻ എന്നെ കൊണ്ടുപോകുമെങ്കിൽ അദ്ദേഹത്തിന് ശാശ്വത കീർത്തിയുണ്ടാകും. അതിനാൽ നീ പോകൂ, ഞാൻ എങ്ങനെയെങ്കിലും പ്രാണധാരണം ചെയ്തുകൊള്ളാം. ഈ വിധം മൈഥിലിയാൽ വിട നൽകപ്പെട്ട അധീരൻ താണുവണങ്ങി മഹോദധിക്കു മറുകട ചാടാൻ ഗിരികൂടത്തിലെത്തി. തത്ര ഗത്വാ മഹാസത്വപാദാഭ്യാം പീഡയൻ ഗിരിം ജഗാമ വായുവേഗേന പർവതശ്ച മഹീതലം ഗതോ മഹീ സമാനത്വം ത്രിംശദ്യോജനമുച്ഛ്രിത മാരുതിർഗഗനാന്തസ്ഥോ മഹാശബ്ദം ജഗാരസ. മഹാസത്വനായ ഹനുമാൻ തൻ്റെ പാദങ്ങളാൽ ശൈലങ്ങളെ അമർത്തിക്കുതിച്ച് വായുവേഗത്തിൽ ആകാശത്തുകൂടി പറന്നു. 30 യോജന പൊങ്ങി നിന്ന ഗിരി തറനിരപ്പായി. ആകാശത്തിൽ നിൽകൊണ്ട മാരുതി തുമലനാഥമുതിർത്തു.
തം ശ്രുത്വാ വാനരാ സർവേ ജ്ഞാത്വാ മാരുതിമാഗമം ഹർഷേണ മഹതാവിഷ്ടാ ശബ്ദം ചക്രുർമഹാസ്വനം ശബ്ദേനൈവ വിജാനീമ കൃതകാര്യസമാഗത ഹനുമാനേവ പശ്വധ്വം വാനരാ വാനരഷഭം ഏവം മൃവത്സു വീരേഷു വാനരേഷു സമാരുതി അവതീര്യ ഗിരേർമൂർധ്നി വാനരാൻ ഇതമബ്രവീത്. ആ ശബ്ദം കേട്ട് മാരുതി വരവായി എന്നറിഞ്ഞ് എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. കാര്യം നിറവേറ്റിയ ഹനുമാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ശബ്ദം കൊണ്ട് തന്നെ അറിയാം. വാനരരെ, കപിവരനെ കണ്ടുകൊള്ളുവിൻ. വാനര വീരറിങ്ങനെ വിളിച്ചറിയിക്കവേ ഗിരിശിഖരത്തിൽ ഇറങ്ങിവന്ന് ആ മാരുതി അവരോട് ഇപ്രകാരം പറഞ്ഞു. ദൃഷ്ടാ സീതാമയാലങ്ക ദർശിതാജസകാനന സംഭാഷിതോ ദശഗ്രീവത്തദോഹം പുനരാഗത ഇദാനീമേവ ഗച്ഛാമോ രാമസുഗ്രീവസന്നിധിം ഇത്യുക്ത്വാ വാനരാ സർവേ ഹർഷേണ ആലിംഗ്യമാരുതിം കേചിച്ചുംബുർലാങ്കുലം നതൃതോ കേചിദുത്സുകാഃ ഹനുമതാ സമേസ്താസ്തേ ജഗ്മുപ്രസ്രവണം ഹരിം. ഞാൻ സീതയെ കണ്ടു. ഉപവനസഹിതം ലങ്കയെ താറുമാറാക്കി. രാവണനോട് സംസാരിച്ചു. അനന്തരം ഇതാ ഞാൻ മടങ്ങിയെത്തി. ഇപ്പോൾ തന്നെ രാമസുഗ്രീവന്മാരുടെ സന്നിധിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വാനരെല്ലാം ആഹ്ലാദത്തോടെ മാരുതിയെ ആലിംഗനം ചെയ്തു. ചിലർ അവന്റെ വാലിൽ ചുംബിച്ചു. മറ്റു ചിലർ ഉത്സാഹത്തള്ളലിൽ നൃത്തം ചെയ്തു. ഹനുമാനുമായി അവർ പ്രസ്രവണഗിരിയിലേക്ക് പോയി. ഗച്ഛന്തോ ദദർശുർവീരാവനം സുഗ്രീവരക്ഷിതം മധുസജ്ഞം ദദാ പ്രാഹുർ അംഗദം വാനരഷഭാം ക്ഷുദിതാസ്മോ വയം വീരദേഹ്യനുജ്ഞാം മഹാമദേ ഭക്ഷയാമ ഫലാനദ്യപിപാമോ അമൃതവൻ മധു സന്തുഷ്ടാ രാഘവം ദ്രഷ്ടും ഗച്ഛാമോ അദ്യൈവസാനുജം. മടങ്ങിപ്പോകുമ്പോൾ സുഗ്രീവൻ സംരക്ഷിച്ചു പോകുന്ന മധു എന്ന പേരായ ഉപവനം കാണുകയുണ്ടായി. അപ്പോൾ അംഗദനോട് അവർ പറഞ്ഞു, വളരെയധികം വിശന്ന് തളർന്നിരിക്കുകയാണ്. ഇവിടെ കയറാൻ അനുമതി തരൂ. പഴങ്ങൾ ഭുജിക്കട്ടെ. സന്തോഷപൂർവം അനുജസമേതനായ രാമനെ ദർശിക്കാൻ ഇന്ന് തന്നെ പോകുകയുമാകാം. അംഗദ ഉവാച ഹനുമാൻ കൃതകാര്യോയം വിവദൈതത് പ്രസാദത ജലധ്വം ഫലമൂലാനി ത്വരിതം ഹരിസത്തമ തത പ്രവിശ്യ ഹരയ പാതുമാരേഭിരേ മധു രക്ഷിണസ്ഥാനനാദൃത്യദധിവക്ത്രേണ നോദിതാൻ പിബതസ്താടയാമാസുർവാനരാൻ വാനരഷഭ തതസ്ഥാൻ മുഷ്ടിവിപ്പാദൈ ചൂർണയിത്വാ പപുർമധു തതോദതിമുഖക്രുദ്ധ സുഗ്രീവസ്യ സമാതുല ജഗാമരക്ഷിഭിः സാർദ്ധം യത്ര രാജാ കപീശ്വര ഗത്വാദം അബ്രവീദ്ദേവചരകാലാഭിരക്ഷിതം നഷ്ടം മധുവനം ദേദ്യകുമാരേണ ഹനൂമത. ഹനുമാൻ കാര്യങ്ങളെല്ലാം സാധിച്ചിരിക്കുന്നതിനാൽ ഇവന്റെ പ്രസാദമെന്നോണം വാനരപ്രവരരെ ഫലമൂലങ്ങൾ ശീഘ്രം ഭുജിക്കുവിൻ, മധു കുടിക്കുവിൻ എന്ന് അംഗദൻ പറഞ്ഞു. ഉടൻ തന്നെ കവികൾ കടന്ന് തേൻ കുടിക്കാൻ തുടങ്ങി. മധുവനം സൂക്ഷിപ്പുകാരായ ചില വാനരന്മാർ അപ്പോൾ തന്നെ അവരെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ ഹനുമാനാദികൾ തേൻ കുടി തുടർന്നു. കുപിതനായ സുഗ്രീവമാതുലൻ ദധിമുഖൻ കുറെ ഋഷികളെയും കൂട്ടി വാനര രാജാവ് ഇരിക്കുന്നിടത്തേക്ക് ഉടൻ പോയി. അവിടെ ചെന്ന് മധുവനം ഹനുമാനും കൂട്ടരും നശിപ്പിച്ചിരിക്കുന്നു എന്നറിയിച്ചു. ശ്രുത്വാദതിമുഖേനോക്തം സുഗ്രീവോ ഹൃഷ്ടമാനസഃ ദൃഷ്ട്വാഗതോ ന സന്ദേഹ സീതാം പവനനന്ദന നോജേൻ മധുവദം ദൃഷ്ടും സമർത്ഥക്കോ ഭവേൻ മമ അത്രാപി വായുപുത്രേണ കൃതം കാര്യം ന സംശയഃ. ശ്രുത്വാ സുഗ്രീവവചനം ഹൃഷ്ടോ രാമസ്തമബ്രവീത് കിമുച്യതേ ത്വയാ രാജൻ വചഃ സീതാകഥാന്വിതം സുഗ്രീവസ്തു ബ്രവീത് വാക്യം ദേവദൃഷ്ട്വാവനീസുതാ ഹനുമത് പ്രമുഖാ സർവേ പ്രവിഷ്ടാ മധുകാനനം ഭക്ഷയന്തി സ്മ സകലം താടയന്തി സ്മ രക്ഷിണ അകൃത്വാ ദേവകാര്യം ദേ ദൃഷ്ടും മധുവനം മമ ന സമർത്ഥാസ്തതോ ദേവീ ദൃഷ്ടാ സീതേതി നിശ്ചയം. ദധിമുഖൻ പറഞ്ഞത് കേട്ട് സന്തുഷ്ടചിത്തനായ സുഗ്രീവൻ പറഞ്ഞു, പവനപുത്രൻ സീതയെ ദർശിച്ചു വന്നിരിക്കുകയാണ്, സംശയമില്ല. അല്ലെങ്കിൽ എൻ്റെ മധുവനം നോക്കാൻ പോലും ആരാണ് സമർത്ഥനാവുക? അവിടെയും മാരുതിയാലാണ് കാര്യം ചെയ്യപ്പെട്ടതെന്ന് തീർച്ച. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് തുഷ്ടനായ രാമൻ അവനോട് ചോദിച്ചു, അല്ലയോ രാജൻ,
മൈഥിലിയുടെ കഥയുമായി ബന്ധപ്പെട്ട എന്തു വാക്കാണ് അങ്ങ് ഉച്ചരിച്ചത്? സുഗ്രീവൻ പറഞ്ഞു, അല്ലയോ ദേവ, മൈഥിലിയെ കണ്ടെത്തി. ഹനുമാദികളെല്ലാം മധുവനത്തിൽ കടന്നിട്ടുണ്ട്. അവിടെ ഉള്ളതെല്ലാം തിന്ന് കാവൽക്കാരെ കയ്യേറ്റം ചെയ്തു. ദേവകാര്യം സാധിക്കാതെ എൻ്റെ മധുവനത്തിലേക്ക് നോക്കാൻ പോലും അവർക്ക് കഴിയുകയില്ല. അതിനാൽ സീതാദേവിയെ കണ്ടു എന്നത് തീർച്ച. രക്ഷിണോ ദേവാഭയം മസ്തു ഗത്വാ ഭ്രൂതമമാജ്ഞയ വാനര അംഗദമുഖാത് നാനയധ്വം മമാന്തികം ശ്രുത്വാ സുഗ്രീവവചനം ഗത്വാ ദേവായുവേഗത ഹനുമത് പ്രമുഖാനൂജുർ ഗച്ഛതേശ്വരശാസനാത് ദ്രഷ്ടുമിച്ഛതി സുഗ്രീവ സരാമോ ലക്ഷ്മണാന്വിത യുഷ്മാൻ അതീവ ഹൃഷ്ടാസ്തേ ത്വരയന്തി മഹാബല തഥേത്യംബരമാസാദ്യ യയുസ്തേ വാനരോത്തമാഹ. കാവൽക്കാരെ, നിങ്ങൾക്ക് ഭയമുണ്ടാകേണ്ട. എൻ്റെ കൽപ്പനപ്രകാരം ചെന്ന് അറിയിക്കൂ, അംഗദാദി വാനരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. സുഗ്രീവന്റെ വചനം കേൾക്കവേ വായുവേഗത്തിൽ പാഞ്ഞെത്തി രാജകൽപ്പന അറിയിച്ചു. ഉടൻ തന്നെ വാനരന്മാർ ആകാശമാർഗം യാത്രയായി. ഹനുമന്തം പുരസ്കൃത്യ യുവരാജം തഥാംഗതം രാമസുഗ്രീവയോരഗ്രേ നിവേദുർഭുവി സത്വരം ഹനുമാൻ രാഘവം പ്രാഹദൃഷ്ട്വാ സീതാ നിരാമയ സാഷ്ടാംഗം പ്രണിപത്യാഗ്രേ രാമം പഞ്ചാദരീശ്വരം. ഹനുമാനെയും യുവരാജാവായ അംഗദനെയും മുന്നിലാക്കി രാമസുഗ്രീവന്മാരുടെ സമക്ഷം നമസ്കരിച്ചു. ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞു, ഞാൻ സീതയെ കണ്ടു, സുഖമായിരിക്കുന്നു. കുശലം പ്രാഹരാജേന്ദ്ര ജാനകി ത്വാം ശുചാണ്ണിതാം അശോകവനികാമധ്യേ ശിംശപാമൂലമാശ്രിതാം രാക്ഷസീഭി പരിവൃതാ നിരാഹാരാകൃശാ പ്രഭോ ഹാ രാമ രാമേതി ശോചന്തി മലിനാംബരാം ഏകവേണീമയാ ദൃഷ്ട ശനൈരാശ്വാസിതാശുഭാം വൃക്ഷശാഖാന്തരേ സ്ഥിത്വാ സൂക്ഷ്മരൂപേണ തേംഗധാം ജന്മാരഭ്യതവാത്യർത്ഥം ദണ്ഡകാഗമനം ദദാ ദശാനനേന ഹരണം ജാനക്യാരഹിതേ ത്വയി സുഗ്രീവേണ യഥാ മൈത്രിം കൃത്വാ ബാലി നിബർഹണം മാർഗണാർത്ഥം ച വൈദേഹ്യാ സുഗ്രീവേണ വിസർജിതാഃ മഹാബലാ മഹാസത്വാ ഹരയോജിതകാശിന ഗദാ സർവത്ര സർവേ വൈ തത്രൈകോ അഹമിഹായത അഹം സുഗ്രീവസജീവോ ദാസോഹം രാഘവസ്യ ഹി ദൃഷ്ടാ യജ്ജാനകീ ഭാഗ്യാത് പ്രയാസ ഫലിതോദ്യമേ. അല്ലയോ രാജേന്ദ്ര, അശോകവനികയുടെ നടുവിൽ ശിംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കഴിയുന്ന ശോകാകുലയായ ജാനകിയെ ഞാൻ കണ്ടു. ആ ജാനകി അങ്ങേക്ക് കുശലം ആശംസിക്കുകയാണ്. പ്രഭോ, രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് ആഹാരമില്ലാതെ മെലിഞ്ഞ് ഹാ രാമ 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 എന്ന് വിലപിക്കുന്ന മലിനവസ്ത്രധാരിയായ ആ മംഗലമയിയായ സീതയെ ഞാൻ കണ്ടു, ആശ്വസിപ്പിക്കുകയും ചെയ്തു. ചെറുരൂപത്തിൽ മരക്കൊമ്പുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ കഥ ആദ്യം മുതലേ വിവരിക്കുകയുണ്ടായി. അവിടുത്തെ ആത്യന്തികമായ ദണ്ഡക ആഗമനവും അങ്ങയുടെ സാന്നിധ്യത്തിൽ രാവണനാൽ ജാനകി അപഹൃതയായതും സുഗ്രീവനോട് സഖ്യം ചെയ്ത് വാലിയെ എങ്ങനെ കൊന്നു എന്നതും സൂചിപ്പിച്ചു. പിന്നെ മൈഥിലിയെ തേടാൻ പ്രബലരും ദൃഢചിത്തരും വിജയത്തിൻ്റെ പരിവേഷം പേറുന്നവരുമായ കവികളെ സുഗ്രീവൻ അയച്ചതും അവരെല്ലാം എല്ലാ ദിക്കിലേക്കും പോയതും അവരിലൊരുവനായ ഞാൻ അവിടെ എത്തിയ കാര്യവും പറഞ്ഞു. സുഗ്രീവന്റെ മന്ത്രിയാണെന്നും രാമന്റെ കിങ്കരനും ഭാഗ്യവശാൽ ജാനകിയെ ദർശിക്ക മൂലം എൻ്റെ പ്രയത്നം സഫലമായി. ഇത്യതീരിതമാകർണ്യ സീതാ വിസ്വാരിദക്ഷണ കേനവാ കർണപീയൂഷം ശ്രാവിതം മേ ശുഭാക്ഷരം യദി സത്യം തദായാതു മദ്ദർശനപഥം തുസ അദോഹം വാനരാകാര സൂക്ഷ്മരൂപേണ ജാനകിം പ്രണമ്യ പ്രഞ്ജലിർഭൂത്വാ ദൂരാദേവ സ്ഥിത പ്രഭോ പൃഷ്ടോഹം സീതയാഗസ്ത്വം ഇത്യാദി ബഹുവിസ്തരം മയാ സർവം ക്രമേണൈവ വിജ്ഞാപിതമരിന്ദമ പശ്ചാന്മയാർപ്പിതം ദേവ്യൈ ഭവദ്ദത്ത അങ്കുലീയകം തേന മാമതി വിശ്വസ്താവചനം ചേതമബ്രവീത് യഥാ ദൃഷ്ട്വാസ്മി ഹനുമം പീഡ്യമാനാദിവാണിശം രാക്ഷസീനാം തർജനൈസ്തത് സർവം കഥയ രാഘവേ
മയോക്തം ദേവി രാമോപി ത്വച്ചിന്താപരിനിഷ്ഠിത പരിശോചത്യഹോരാത്രം ത്വദ്വാർത്താം നാധിഗമ്യ സ ഇദാനീമേവ ഗത്വാഹം സ്ഥിതിം രാമായ തേ ബ്രുവേ. രാമശ്രവണമാത്രേണ സുഗ്രീവേണ സ ലക്ഷ്മണ വാനരാനീകവൈ സാർദ്ധം നാഗമിഷ്യതി തേന്തികം. രാവണം സകുലം ഹത്വാ നേഷ്യതി ത്വാം സ്വകം പുരം അഭിജ്ഞാം ദേഹി മേ ദേവി യഥാ മാം വിശ്വസേദ് വിഭൂ. അല്ലയോ പ്രഭോ, വാനരാകാരനായ ഞാൻ ലഘുവായ രൂപം ധരിച്ച് ദേവിയെ പ്രണമിച്ച് കൈകൂപ്പി അകലെ തന്നെ നിന്നു. നീ ആരെന്നും മറ്റും സീത എന്നോട് ചോദിച്ചു. അല്ലയോ ശത്രുതമന, ക്രമത്തിൽ ഞാൻ എല്ലാം തന്നെ വിസ്തരിച്ചു പറഞ്ഞു. പിന്നീട് അങ്ങ് തന്ന മോതിരവും ദേവിക്ക് സമർപ്പിച്ചു. അതോടെ എന്നിൽ അതീവ വിശ്വാസം കൂറിയ ദേവി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ഹനുമാനെ, രാക്ഷസികളുടെ ഭീഷണിയാൽ രാപ്പകൽ എത്രമാത്രം പീഡിതയാണ് ഞാനെന്ന് നീ കണ്ടുവല്ലോ. അതെല്ലാം രാഘവനെ അറിയിക്കുക. ഞാൻ പ്രതിവചിച്ചു. ദേവി, രാമനും ഭവതിയുടെ ചിന്തയിൽ മുഴുകിക്കഴിയുകയാണ്. അവിടുത്തെ വാർത്തയറിയാതെ അദ്ദേഹം രാവും പകലും പരിതപിക്കുന്നു. ഇപ്പോൾ തന്നെ ചെന്ന് അവിടുത്തെ അവസ്ഥ ഞാൻ രാമനെ അറിയിക്കാം. സംഗതി കേൾക്കുമ്പോൾ തന്നെ സുഗ്രീവ ലക്ഷ്മണന്മാരോടും വാനര സേനാപതികളോടും കൂടി രാമൻ അവിടുത്തെ അരികിലെത്തിച്ചേരും. രാവണനെ കുലത്തോടെ മുടിച്ച് ഭവതിയെ സ്വപുരിയിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അല്ലയോ ദേവി, ഭഗവാൻ എന്നെ വിശ്വസിക്കത്തക്കവണ്ണം ഒരടയാളവും എനിക്ക് തരുമാറാകണം. ഇത്യുക്ത്വാ സാ ശിരോരത്നം ചൂടാപാശ്വേ സ്ഥിതം പ്രിയം ദത്വാ കാകേന യദ്വൃത്തം ചിത്രകൂടഗിരോ പുരാ തദപ്യാഹാശ്രുപൂർണാക്ഷീ കുശലം ബ്രൂഹി രാഘവം ലക്ഷ്മണം ബ്രൂഹി മേ കിഞ്ചിത് ദുരുക്തം ഭാഷിതം പുരാ തക്ഷമസ്വാജ്ഞഭാവേന ഭാഷിതം കുലനന്ദന താരേൻ മാം യഥാ രാമസ്തഥാ കുരു കൃപാണ്ണിതഃ. ദേവി മുടിക്കെട്ടിലിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ചൂടാമണി എന്നെ ഏൽപ്പിച്ചു. പണ്ട് ചിത്രകൂടഗിരിയിൽ നടന്ന ആ കാകവൃത്താന്തം പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. നിറഞ്ഞ മിഴികളോടെ അവർ മൊഴിഞ്ഞു: രാഘവനെ കുശലമറിയിക്കൂ. ലക്ഷ്മണനോട് പറയണം, മുമ്പ് ഞാൻ ഏതോ ദുർവാക്ക് ഉച്ചരിച്ചു പോയി. അല്ലയോ കുലനന്ദന, അറിവില്ലായ്മയാൽ ഉര ചെയ്ത അത് നീ പൊറുക്കണം. രാമൻ ദയാവായ്പോടെ എന്നെ ഉദ്ധരിക്കുമാറ് വേണ്ടത് ചെയ്യുകയും വേണം. ഇത്യുക്ത്വാരുദതി സീതാ ദുഃഖേന മഹദാവൃത മയാപ്യാശ്വാസിതാ രാമവദതാ സർവമേവ തേ തദപ്രസ്താവിതോ രാമ ത്വൽസമീപമിഹാഗത തദാഗമനവേലായാം അശോകവനികാം പ്രിയാം ഉത്പാട്യ രാക്ഷസാം തത്ര ബഹൂൻ ഹത്വാ ക്ഷണാദഹം രാവണസ്യ സുതം ഹത്വാ രാവണേനാഭിഭാഷ്യശ ലങ്കാമശേഷതോ ദഗ്ധ്വാ പുനരപ്യാഗമം ക്ഷണാത് ശ്രുത്വാ ഹനുമതോ വാക്യം രാമോ അത്യന്ത പ്രകൃഷ്ടധീ. ഇപ്രകാരം അഭ്യർത്ഥിച്ച് കടുത്ത കഥനത്തിലാണ്ട് കരഞ്ഞ സീതയെ രാമ അങ്ങയുടെ വൃത്താന്തം എല്ലാം തന്നെ വർണ്ണിച്ച് ഞാൻ ആശ്വസിപ്പിച്ചു. അല്ലയോ രാമ, പിന്നെ അവിടുന്ന് തിരിച്ച് ഇങ്ങ് അവിടുത്തെ അരികിലെത്തി. പോരുന്ന ആ നേരത്തെ ഞാൻ രാവണന്റെ പ്രിയപ്പെട്ട അശോകവനിക തകർക്കുകയും ക്ഷണത്തിൽ വളരെ രാക്ഷസരെ വകവരുത്തുകയും രാവണപുത്രനെ അക്ഷകുമാരനെ കൊല്ലുകയും രാവണനോട് സംസാരിക്കുകയും ചെയ്തു. ലങ്ക നിശേഷം ദഹിപ്പിച്ചിട്ട് ഞൊടിയിടയിൽ മടങ്ങി. ഹനുമാന്റെ വാക്കുകേട്ട് രാമൻ അതീവ സന്തുഷ്ടനായി ഭവിച്ചു. ഹനുമൻ തേ കൃതം കാര്യം ദേവൈരവിസുദുഷ്കരം ഉപകാരം ന പശ്യാമി തവ പ്രത്യുപകാരിണഃ ഇദാനീം തേ പ്രയശ്ചാമി സർവസ്വം മമ മാരുതേ നിത്യാലിംഗ്യ സമാകർഷ്യ ഗാഢം വാനരപുംഗവം സാർദ്രനേത്രോ രഘുശ്രേഷ്ഠ പരാം പ്രീതി അപാപസഃ ഹനുമന്തമുവാചേദം രാഘവോ ഭക്തവത്സലഃ. അല്ലയോ മാരുതേ, ദേവന്മാർക്ക് പോലും തികച്ചും ദുഷ്കരമായ കാര്യമാണ് നീ ചെയ്തത്. പ്രത്യുപകാരമായി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണുന്നില്ല. അല്ലയോ വായുപുത്ര, എനിക്കുള്ളതെല്ലാം നിനക്ക് ഇതാ ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് ഹനുമാനെ മാറോട് ചേർത്ത് മുറുകെ പുണർന്നു. മിഴി നനഞ്ഞ ആ രഘുവരൻ അതിരറ്റ പ്രീതി നേടി. ഭക്തവത്സലനായ രാഘവൻ ഹനുമാനോട് ഇങ്ങനെ പറഞ്ഞു: പരിരംഭോ ഹിമേ ലോകേ ദുർലഭ പരമാത്മനഃ
അധസ്ത്വം മമ ഭക്തോസി പ്രിയോസി ഹരിപുങ്കവ. പരമാത്മാവായ എൻ്റെ ആലിംഗനം ലോകത്തിൽ ദുർലഭം തന്നെ. അല്ലയോ കപിവര, നീ എൻ്റെ ഭക്തനാണ്, പ്രിയനാണ്. ആകയാൽ നിനക്ക് അത് കിട്ടി. യത്പാദപത്മയുഗളം തുളസീദലാദ്യൈ സംപൂജ്യ വിഷ്ണുപദവീം അതുലാം പ്രയാന്തി തേനൈവ കിം പുനരസൗ പരിരബ്ധമൂർത്തി രാമേണ വായുതനയ കൃതപുണ്യപുഞ്ച. ഏതൊരാളുടെ കാൽത്താരണ തുളസീതളങ്ങളാൽ മുറ്റും പൂജിച്ച് ഭക്തന്മാർ അതുല്യമായ വിഷ്ണുപദത്തെ പ്രാപിക്കുന്നുവോ, സ്വയം ആ രാമനാൽ ആലിംഗിതാംഗനും ബഹുപുണ്യം ചെയ്തവനുമായ ഈ വായുധനെപ്പറ്റി എന്തു പറയാനാണ്? ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡേ പഞ്ചമസർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.